വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകത്തിന് ഞെട്ടലിൽ നിന്നും കേരളം ഇനിയും മോചിതമായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം വല്ലുമയും കാമുകയും അനിയനെയും അടക്കം 5 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയും ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത അഫാൻ എന്ന 23 വയസ്സുകാരന്റെ ക്രൂരതകളെ കുറിച്ച് ഞാൻ ഇനിയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിവരിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഏതാണെന്ന് സംഭവിച്ചത് അറിയാൻ ബാക്കിയായി ഇനി ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്രയും സെൻസേഷൻ ആയ ഒരു സംഭവമാണല്ലോ നടന്നത്. എന്തുകൊണ്ട് അഫാൻ ഈ ക്രൂരത ചെയ്തു എന്ന ചോദ്യം തുടക്കം തൊട്ടേ ഒരു ദുരൂഹതയായി നിലനിന്നിരുന്നല്ലോ. സാമ്പത്തിക പ്രശ്നമായിരുന്നു എല്ലാറ്റിനും കാരണമെന്നായിരുന്നു അഫാൻ ആദ്യം കൊടുത്ത മൊഴി. തുടക്കത്തിൽ പോലീസ് ഇത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾക്കൊടുവിൽ സാമ്പത്തിക പ്രശ്നം എന്ന കാരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നത്. ഉപ്പാക്കും ഉമ്മാക്കും അഫാനും എല്ലാവർക്കും ഭീമമായ കടങ്ങൾ ഉണ്ടായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിനിടയിൽ വർഷങ്ങളായി വിദേശത്തുണ്ടായിരുന്ന അഫാന്റെ ഉപ്പ നാട്ടിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. 7 വർഷങ്ങളോളമായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു അദ്ദേഹം. കുടുങ്ങാൻ കാരണം വേറൊന്നല്ല, കടങ്ങൾ തന്നെയായിരുന്നു. അറബികളുടെ കയ്യിൽ നിന്നടക്കം വലിയ തുക പലിശക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടയ്ക്കാതെ നാട്ടിൽ കയറി വരാൻ പറ്റാത്ത അവസ്ഥയായി. ബിസിനസ് പൊളിഞ്ഞു. അങ്ങനെ അവിടെ പെട്ടുപോയതാണ്. ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ വിദേശത്തുള്ള സന്നദ്ധ സംഘടനകളെല്ലാം ഇടപെട്ട് ഇദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയാണ് ഉണ്ടായത്. മകൻ ചെയ്ത കൊലപാതകത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അഫാന് വിശദമായ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഓരോ കൊലപാതകങ്ങളും ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് അഫാൻ പറയുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ചില വൈരുദ്ധ്യങ്ങളൊക്കെ തോന്നി. അതുകൊണ്ടാണ് അഫാന്റെ മൊഴിയെ കുറിച്ച് വിശദമായി സംസാരിക്കാമെന്ന് വെച്ചത്. അപ്പൊ ആദ്യം നമുക്ക് അഫാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് മൊഴിയായി നൽകിയതെന്ന് നോക്കാം. അതായത് ഈ കൊലപാതകങ്ങൾ, ഈ കൂട്ടക്കൊലപാതകം നടത്തിയ കാര്യം ഫർസാനയോട്, തന്റെ വീട്ടിൽ ഫർസാനയെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഫർസാനയോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് തന്റെ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് നേരെ ലത്തീഫിന്റെ വീട്ടിൽ പോയി ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത്. അവിടെ വെച്ച് ഫർസാനയോട് താൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഫർസാനയോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. ഇത് പറഞ്ഞപ്പോൾ ഫർസാന അഫാനോട് പറഞ്ഞത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചോദ്യം ഫർസാന അഫാനോട് ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ചതിന്റെ തൊട്ട് പുറകെ തന്നെ ഫർസാനയെ ചുറ്റിയേക്ക് തലക്കടിച്ച് മുഖത്തേക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് അഫാൻ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. നല്ല വിശ്വസിക്കാൻ പറ്റിയൊരു മൊഴി തന്നെ അല്ലേ, ഒന്നും പറയാനില്ല. ഫർസാനയെ വീട്ടിൽ കൊണ്ടുവന്ന് റൂമിൽ കയറ്റി വാതിലടിച്ചിട്ട് അഫാൻ ഫർസാനയോട് പറയുകയാണ് ഞാൻ ഇന്ന ആൾക്കാർക്ക് കൊന്നു. ഇത് കേട്ടപാടെ ഫർസാന തിരിച്ചു ചോദിച്ചത് നമ്മൾ ഇനി എങ്ങനെ ഒരുമിച്ച് ജീവിക്കും എന്നാണ് പോലും. ഒരു പുരുഷൻ, അതിപ്പോ കാമുകനോ ഭർത്താവോ ആരുമാകട്ടെ, ഇതുപോലെ വന്നിട്ട് ഞാൻ എന്റെ ഉമ്മാനെയും ഉപ്പാനെയും വല്യുമ്മാനെയും എളപ്പാനെയും കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന പെണ്ണിന്റെ പ്രതികരണം എന്തായിരിക്കും? എങ്ങനെയും അവിടുന്ന് ഓടി രക്ഷപ്പെടാനല്ല ആരായാലും ശ്രമിക്കും. അല്ലാതെ ഇനി എങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് തിരിച്ചു ചോദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അഫാന്റെ ഈ മൊഴി വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതെന്തോ സാധാപം നേടാനുള്ള ഒരു മൊഴി പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ദയം കാണിക്കാതെ മുഖവും തലയും ചുറ്റുക കൊണ്ട് അടിച്ചു പൊളിച്ചു കൊന്നിട്ട് ഇപ്പൊ അവൻ സാധാപം ഉണ്ടാക്കാൻ വന്നേക്കുവാണ്. ഇവനെ കണ്ടല്ലോ എന്താ ചെയ്യേണ്ടത്. ഇനി വല്യമ്മ എന്തിനാണ് കൊന്നത് എന്നതിനുള്ള അഫാൻ കൊടുത്ത മൊഴി എന്താണെന്നുള്ളതൊന്ന് കേട്ടോക്കാം. ഇതിനകത്ത് സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം ഷെമിയാണ് എന്ന് നിരന്തരം സൽമാ ബീവി കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പോൾ സൽമാ ബീവിയോട് അതിനുള്ള ദേഷ്യവും വൈരാഗ്യവും തനിക്കുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിപോലും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാളും അസ്വാഭാവിക സംഗതി വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് ഇവിടെ ഓരോരോ ചെറിയ കാരണങ്ങളുടെ പുറത്ത് കൊലപാതകങ്ങൾ നടക്കുന്നത്. അഫാന്റെ ഉമ്മ ഷെമിയാണ് കുടുംബത്തിലെ കടബാധ്യതകളൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് വല്യമ്മ പറയാറുണ്ട് പോലും. അതുകൊണ്ടാണ് പോലും അവരെ കൊന്നത്. അല്ലാണ്ട് ഇവന് സ്വർണ്ണമാല ചോദിച്ചപ്പോൾ കൊടുക്കാത്തോണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവൻ ഇമാതിരി കഥകളൊക്കെ ഉണ്ടാക്കി സഹതാപം നേടാനുള്ള ശ്രമത്തിലാണ്. ഈ വല്യമ്മ എന്ന് പറയുമ്പോൾ അഫാന്റെ ഉമ്മാക്ക് അമ്മായിമ്മ ആയിട്ടാണല്ലോ വരുന്നത്. ഈ അമ്മായിമ്മ മരുമോളും തമ്മിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. എപ്പോഴെങ്കിലും വഴക്കുണ്ടായപ്പോ നീ കാരണമാണ് ഈ കുടുംബം നശിച്ചത് എന്ന് അമ്മായിമ്മ ചിലപ്പോൾ ഷെമിയോട് പറഞ്ഞിട്ടും ഉണ്ടാകും. പക്ഷെ ഈ കാരണം കൊണ്ടാണ് വല്യമ്മയെ കൊന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. ഉമ്മാനെ പറഞ്ഞപ്പോ നൊന്തത് കൊണ്ടാണ് വല്യമ്മാനെ കൊന്നത് എന്നൊക്കെ നീ വേറെ ആരുടെങ്കിലും പോയി പറഞ്ഞാൽ മതി. സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കിയവനാണ് നീ. എന്നിട്ടാണ് ഈ ഉമ്മാന്റെ സ്നേഹം വെച്ച് ഓരോരോ കഥകൾ ഉണ്ടാക്കുന്നത്. വിശ്വസിക്കാൻ വേറെ ആളെ നോക്കി. ഇനി എളാപ്പായിട്ടുള്ള അബ്ദുൽ ലത്തീഫിനെയും അവരുടെ ഭാര്യയായിട്ടുള്ള സാജിദയെയും എന്തിനു കൊന്നു എന്നതിനുള്ള കാരണമായി അഫാൻ കൊടുത്ത മൊഴി എന്താണെന്നുള്ളത് കേട്ടോ. അമൃത, ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം ലത്തീഫും ഇത്തരത്തിൽ ഈ കുടുംബത്തെ പലതരത്തിൽ ഈ പറയുന്ന രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അഫാന്റെ മൊഴി. അതായത് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നം. അപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ള ചില ആളുകൾ തങ്ങളെ നിരന്തരം ഈ പറയുന്ന രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ മൊഴി. അതിൽ ഒരാളായിരുന്നു ലത്തീഫ്. ലത്തീഫ് ഈ തന്റെ ആഡംബര ജീവിതം എന്ന് പ്രതി പറയുന്നില്ല, പക്ഷേ തന്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അതിനെ പലതരത്തിൽ തടസ്സം പിടിക്കുന്ന രീതിയിലേക്കും അതിന് വിലങ്ങുതടിയാകുന്ന രീതിയിലുമൊക്കെ ചില പ്രവൃത്തികൾ ഈ പറയുന്ന ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് ലത്തീഫ്. അപ്പോൾ ആ രീതിയിൽ ലത്തീഫ് പ്രവർത്തിച്ചിരുന്നു. അതിനോടുമുള്ള ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത്. ലത്തീഫ് താനും, അതായത് ഉമ്മയെയും വാപ്പുമ്മയെയും കൊലപ്പെടുത്തിയതിനു ശേഷം
മടങ്ങുമ്പോൾ ലത്തീഫിന്റെ ഭാഗത്ത് ഫോൺ കോൾ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രതി പറയുന്നുണ്ട്. പക്ഷേ അത് പോലീസും ഉറപ്പിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിന്റെ പുറത്ത് ആണ് ലത്തീഫിന്റെ വീട്ടിലെത്തി ലത്തീഫിനെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീഗത്തെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. താൻ അങ്ങനെ കരുതിയല്ല പോയിരുന്നത്. അവരോട് എനിക്ക് സ്നേഹമായിരുന്നു, അവരെ കൊലപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് പ്രതി അഫാൻ പറയുന്നുണ്ട്. പക്ഷേ ലത്തീഫിനെ കൊലപ്പെടുത്തിയ കാര്യം പുറത്തറിയുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ് സാജിദ ബീഗത്തെ കൊലപ്പെടുത്തിയെന്നുള്ള മൊഴിയാണ് പ്രതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ശരി, എളാപ്പാന്റെ ഭാര്യയെ കൊല്ലാൻ വിചാരിച്ചിരുന്നില്ല പോലും. പിന്നൊരു രസം, ഇവരിങ്ങനെ കൊന്നു രസം പിടിച്ചു, ആസക്തി കയറി. എന്തായാലും എളാപ്പ മരിച്ചില്ലേ, അങ്ങനെ എളാമ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കണ്ട, അവരെയും കൊന്നു. എന്നിട്ട് കാരണമായി പറഞ്ഞത് എളാപ്പയെ കൊന്നത് എളാമ ആരോടെങ്കിലും പോയി പുറത്ത് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് പോലും എളാമയെ കൊന്നത് പോലും. അങ്ങനെ പേടിയുള്ള ഒരാളാണ്. പിന്നീട് ഞാൻ 6 പേരെ കൊന്നു സാറേ എന്നും പറഞ്ഞു. നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതും കൂടി ഒന്ന് ഓർക്കണം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം, ഇവന്റെ മനസ്സിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ആരെയൊക്കെ കൊല്ലണമെന്ന് ഇവന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. എളാപ്പയെ കൊന്നതിന് ശേഷം അനിയനും ഫർസാനയും ഇവന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ കിടക്കുകയാണ്. അവരെയും കൂടി കൊല്ലണല്ലോ. സോ അതിനു മുമ്പ് പോലീസിൽ പിടിച്ചാൽ പ്ലാൻ എല്ലാം പൊളിയും. അങ്ങനെയാണെങ്കിൽ ഇവൻ പറഞ്ഞതെല്ലാം ശരിയാവും. അളാമയെ വെറുതെ വിട്ടാൽ അവർ പോലീസിൽ പറയും ഫർസാനെയും അനിയനെയും കൊല്ലാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ചുറ്റികെടുത്ത് വീശി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവനെ കൊല ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ്. ഈ ചെറുപ്പത്തിലെ ഇവൻ കുറെ അനുഭവിച്ചു. അതിന്റെ മാനസിക ബുദ്ധിമുട്ടിലെല്ലാം തകർന്നു നിന്നപ്പോ നടത്തിയ കൊലപാതകങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്ന രീതിയിലുള്ള ഇവന്റെ ക്രൂരകൃത്യങ്ങളെല്ലാം ലഘൂകരിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടു. അവരോടാണ് ഇവനൊന്നും യാതൊരു സഹതാപവും അർഹിക്കുന്നില്ല. കോൾഡ് ബ്ലഡഡ് ക്രിമിനലാണ്. അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ഈ സാമ്പത്തിക ബാധ്യത കൊണ്ടൊക്കെ കൊലപാതകം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ നാട്ടിൽ ആരും ബാക്കി കാണില്ലല്ലോ. എല്ലാവർക്കും പരസ്പരം വെട്ടിയും കുത്തിയും മരിക്കുക, അതല്ല നല്ലത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയ അഫാന്റെ ഉപ്പയുടെ പ്രതികരണം കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. എന്നെ നാട്ടിൽ പോകാനായിട്ട് സഹായിച്ച നാസക്കം, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, മാധ്യമ പ്രവർത്തകർ, സൗദി ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഞാൻ നന്ദി കടപ്പാട് പറയും. 25 വർഷം ശരിക്കും എന്തായിരുന്നു ഈ കട എന്തായിരുന്നു? കട ഞാൻ കഫീലിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് നടത്തിയായിരുന്നു. കഫീലിന് മാസം 6000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ഞാൻ നല്ലപോലെ പൈസ ഉണ്ടാക്കിയാണ് നല്ല വീടൊക്കെ വെച്ച്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം അത് എന്റെ ഫാമിലി 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് കുറച്ച് ബാധ്യതകൾ ഇങ്ങനെ വന്നു. പിന്നെ കുറെ ഇങ്ങനെ പൈസ എടുത്ത് കച്ചവടം അടച്ചോണ്ടിരുന്നു. ഡെയിലി ആയിട്ട് പലിശ ഒരു ഘടകമാണ്. ഞാൻ വാങ്ങിച്ച യമനികൾ, പിന്നെ മലയാളിക്ക് യമനികളെ കടയിലെ ലൈസൻസ്, പിന്നെ കാമ ഒരാൾ ഇങ്ങനെയാണ് പൈസ തരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നു അടച്ചോണ്ടിരുന്നു. പിറ്റേന്ന് ഇപ്പൊ ഈ അടുത്ത സമയത്ത് കച്ചവടം ഡൗണായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെയും മേക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഫീലിന് കൊടുക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എല്ലാം കൊണ്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു കച്ചവടം. അപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ കുറച്ച് അടുത്തടുത്ത് 2 പൈസ എടുത്തു. 30 റിയാലാണ് എടുത്തു. അതിൽ കുറച്ച് ഞാൻ അടച്ചും കൊടുത്തു. അതിനിടയിൽ ഒരു ജാമ്യം വേറെ മലയാളി ഉണ്ടായിരുന്നു, പാലക്കാട്ടുകാരൻ. അപ്പൊ അവന് ഞാനിങ്ങനെ ഇങ്ങോട്ട് ദിവാങ്ങോട്ട് മാറിയപ്പോ ഇവൻ പെട്ടെന്ന് നാട്ടിൽ പോയി. അവന്റെ ബാധ്യത കൊണ്ട് എനിക്കായി. ഞാൻ ജാമ്യം അവന് പൈസ എടുത്ത് കൊടുത്തു. അവന്റെ ജാമ്യത്തിൽ ഞാൻ പൈസ എടുത്തതാണ്. പക്ഷെ അവൻ വരാത്തതുകൊണ്ട് അവന്റെ പൈസയും കൂടെ ഞാൻ അടയ്ക്കേണ്ട ഇതാണ്. അതായത് ഏകദേശം 29,000 റിയാലോളം ഈ എനിക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു മലയാളിക്ക് ഒരു നാട്ടിൽ 5 ലക്ഷം രൂപയോളം ഉണ്ട്. പിന്നെ ഒരു 3 ലക്ഷം രൂപ നാട്ടിൽ കൊണ്ടുവന്നതിന് കമ്പനി. അവന് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ്. എവിടെയാണ് പഠിച്ചതെന്ന് എന്ത് തോന്നുന്നു? അതിനെ കുറിച്ച് വെച്ചാൽ എനിക്കറിയത്തില്ല. എവിടെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ചോദിക്കുമ്പോ പിതാവിന്റെ കയ്യിൽ മറുപടി ഇല്ല അല്ലെ. എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ അടിമുടി കടത്തിൽ മുങ്ങി വിദേശത്ത് പെട്ടുപോയതാണ്. എങ്ങനെയും കടം വീട്ടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ അയാൾ ആഗ്രഹിച്ചു കാണുമല്ലോ. പക്ഷെ അതിനിടയിൽ നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അയാൾ മറന്നുപോയി കാണണം. വളർന്നു വരുന്ന മക്കൾ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പിതാക്കൾക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹചര്യം അത് അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രം. എന്ത് പറയാനാണ്? ഇനിയിപ്പോ ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഇനിയിപ്പോ എന്ത് സ്വസ്ഥതയാണ് ഇയാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? എല്ലാവരെയും നഷ്ടപ്പെട്ടില്ലേ? ഉമ്മയും ഭാര്യയും മക്കളെയും നഷ്ടപ്പെട്ടു. സാമ്പത്തിക ബാധ്യതകൾ വേറെ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാനും കൂടി വയ്യ. കൂടുതലൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.